ഹലോ, ഇന്ന് നമുക്ക് അല്പം മട്ടൻ കറി ആയാലോ. അതിനായിട്ട് ഞാൻ മട്ടനെല്ലാം പീസ് ചെയ്താണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴുകി അവിടെ മാറ്റി വയ്ക്കുക. ഞാനിത് കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിനകത്ത് എണ്ണ ഒഴിച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള ഒരു 4 സവാള അരിഞ്ഞതോടിട്ട് ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും കരിയാപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അത് ഏകദേശം നന്നായി വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഒരു 2 സ്പൂണുണ്ട്, 2 ടേബിൾ സ്പൂൺ അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഏകദേശം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും കൂടെ ഞാൻ അതിനകത്തോട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് വഴറ്റാം നമുക്ക്. ഇനി ഞാനൊരു ചെറിയൊരു തക്കാളി അതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയും തക്കാളിയും എല്ലാം സോഫ്റ്റായി വന്ന് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് മട്ടനും കൂടി ഇട്ട് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. ഈ മട്ടനിലെല്ലാം നമ്മുടെ മസാലയെല്ലാം പറ്റുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് മസാല എല്ലാ സൈഡിലും ആകത്തക്ക രീതിയിൽ ഞാൻ നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് വെക്കാം. ഈ സമയം ഉപ്പും പുളിയും എരിവും ഒക്കെ നോക്കണം എല്ലാം ഉണ്ടോയെന്ന്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിൽ വെച്ച് 2 വിസിലടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. വാവ്, കണ്ടോ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മട്ടൻ കറി തയ്യാറായി കഴിഞ്ഞു. ചാറൊക്കെ നന്നായിട്ട് കുറുകി നല്ല കളറായിട്ടുണ്ട്. ഇനി ഞാനത് കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിന് ഒന്ന് കടുകും കൂടെ വറക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് അല്പം എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിന് ശേഷം അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചതിട്ട് കൊടുക്കാം. അതിന് ശേഷം അല്പം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കറിക്കകത്തോട്ട് എടുത്ത് കൊടുക്കാം. വാവ്, നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ കറി തയ്യാറായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഓക്കേ, ബായ്.